നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. SNDP വള്ളിശ്ശേരി ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ 170ാമത് ജയന്തി ആഘോഷം നടന്നു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭവന ദിനമായി വിവിധ പരിപാടികളോടെ ആചരിച്ചു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം പാർലം യൂണിറ്റ് വാർഷികം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ചേർപ്പിൽ സ്മൃതി ദീപയാത്ര സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. SNDP വള്ളിശ്ശേരി ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ 170ാമത് ജയന്തി ആഘോഷം നടന്നു. SNDP വള്ളിശ്ശേരി ശാഖ പ്രസിഡന്റ് PD സുരേഷ് ബാബു ഭദ്രദീപം തെളിയിച്ച് ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വള്ളിശ്ശേരി ശാഖാ സെക്രട്ടറി ശ്രീധരൻ പോട്ടേൽ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ പുറത്താള, ശ്രീജിത്ത് പുളിങ്കുഴി, ബാബു കറുത്തേടത്ത്, ഏറോളി വാസു, നികേഷ് പാലത്തെങ്കൽ, ഡോക്ടർ ഓമന ഉണ്ണിരാജ്, സുധീർ കൊല്ലിക്കര എന്നിവർ സംസാരിച്ചു. പാർലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 81ാം ജന്മദിനം ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി TK പുറിഞ്ചു പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M സേതുമാധവൻ, നന്ദകുമാർ കോങ്ങാട്ടിൽ, ടോമി പെല്ലിശ്ശേരി, AD ജോണി, AR അപ്പായി, ഡേവിസ് കണ്ണനായ്ക്കൽ, A പ്രസാദ്, CO ജോൺസൺ, പുഷ്പാങ്കദൻ ജോൺസൺ, ശ്രീനിവാസൻ വെങ്ങാലി, സുബ്രഹ്മണ്യൻ കുറുവത്ത്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജോജോ ചിറമേൽ, അരുൺ സൂര്യ എന്നിവർ സംസാരിച്ചു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം പാർലം യൂണിറ്റിന്റെ 6ാം വാർഷിക സമ്മേളനം നടന്നു. സമ്മേളനം പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഭോജൻ കാർണത്ത് അധ്യക്ഷത വഹിച്ചു. അപ്പോൾ ഒരു പരിധി വരെ മക്കൾക്ക് അത് ചെയ്തു തരേണ്ടതാണ്. നമ്മുടെ മക്കളെ നോക്കുന്നത് അല്ലേ? നമ്മള് ചെറിയ മക്കളെ നോക്കുമ്പോൾ നമ്മുടെ മക്കളെ എത്രത്തോളം നമ്മുടെ പല കാര്യങ്ങളും മാറ്റിവെച്ച് അവർക്ക് വയ്യായി വരുമ്പോഴാണെങ്കിലും ഡോക്ടറിന് കൊണ്ടുപോകാനാണെങ്കിലും പല കാര്യങ്ങളും നമ്മുടെ പല സുഖങ്ങളും മാറ്റിവെച്ചിട്ടാണ് നമ്മൾ ഈ മക്കളെ ഈ ലെവലിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മുടെ വാർദ്ധക്യകാലത്തിന് നമ്മളെ നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടെ മക്കൾക്ക് തന്നെയാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ മക്കളുടെ ആ ഒരു അവർക്ക് ബുദ്ധിമുട്ടാവോ അല്ലെങ്കിൽ മക്കളെ അറിഞ്ഞ നാണക്കേടാവോ എന്നും ആലോചിക്കാതെ നമ്മൾക്ക് വേണ്ട സംരക്ഷണം നൽകണമെന്ന ഒരു തീരുമാനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളോടൊപ്പം നിയമങ്ങളായാലും ഞങ്ങൾ പഞ്ചായത്തിന്റെ മെമ്പർമാരായാലും എല്ലാവരും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബാസി കൂടത്തിൽ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് രക്തം കെ കൈമാൾ, യൂണിറ്റ് പ്രസിഡന്റ് ഭോജൻ കാരണത്ത്, യൂണിറ്റ് സെക്രട്ടറി AC പൌലോസ്, യൂണിറ്റ് ട്രഷറർ PA ദേവസി, കോടന്നൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ കവിത VN, അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സിബി ജോസഫ് പെല്ലിശ്ശേരി, ജില്ലാ പ്രസിഡന്റ് സേതുമാധവൻ, CC ജോസ്, ബാബു PP, പ്രഭ കൊടക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. ചേർപ്പിൽ രാജീവ് ഗാന്ധി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സ്മൃതി ദീപയാത്ര നടത്തി. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പഠനവിധേയമായി അംഗീകരിച്ച് നടപ്പിലാക്കുന്നതിന് ഒപ്പുശേഖരണവും വയനാട് പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സ്മൃതി ദീപയാത്രയും സംഘടിപ്പിച്ചു.
പരിപാടി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ഭരതൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് ഷെനിൽ പെരുവരം അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രസാദ് കിഴക്കൂട്ട്, പ്രവീൺ അഞ്ചേരി എന്നിവർ സംസാരിച്ചു. K രാമചന്ദ്രൻ, രഞ്ജിഷ് VR, TN ഉണ്ണികൃഷ്ണൻ, അഭിഷേക് ആറ്റുപുറത്ത്, ഷാജി ആദം, നൌഷാദ് പുതിയ വീട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക മുൻ MLA ഗീതാ ഗോപി PV സദാനന്ദൻ സ്മാരക ജനസേവന കേന്ദ്രത്തിലേക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗികൾക്കാവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ചേർപ്പ് TK കരുണൻ സ്മാരക കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ VM വിനോദ് അധ്യക്ഷത വഹിച്ചു. വീൽ ചെയറുകൾ, വാട്ടർ ബെഡുകൾ, വാക്കറുകൾ എന്നിവയാണ് ആദ്യഘട്ടമായി കൈമാറിയത്. പാലിയേറ്റീവ് സെന്ററിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും രണ്ടാം ഘട്ടമായി നൽകുമെന്ന് ഗീതാ ഗോപി പറഞ്ഞു. അവസരം അതുപോലെ തന്നെ രോഗികളുമായവർക്ക് ജീവിതത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ചെന്ന് അവർക്ക് ചെയ്യേണ്ട ജീവകാരുണ്യ പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർപ്പ് മണ്ഡലം കമ്മിറ്റി ഏറ്റെടുക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ജനകീയ തീരുമാനം വളരെ കൃത്യമായി നിർവഹിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർപ്പ് മണ്ഡലം കമ്മിറ്റിക്ക് സാധ്യമാകുകയും ഇന്ന് ഇതിനുള്ള സ്പോൺസർഷിപ്പിലൂടെ വന്നിട്ടുള്ള ഈ വീൽ ചെയറുകളും വാക്കറുകളും വാട്ടർ ബെഡുകളും കൂടാതെ വരാൻ പോകുന്ന ഓക്സിജൻ സിലിണ്ടറുകളും അതുപോലെ തന്നെ ഇൻസുലിൻ ചെക്ക് ചെയ്യുന്നതിന് ബ്ലഡ് ചെക്ക് ചെയ്ത് ഷുഗർ നോക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മറ്റു അനുബന്ധ ഉപകരണങ്ങൾ ഈ സദാനന്ദത്തിന്റെ നാമകേന്ദ്രത്തിലുള്ള ജനസേവന കേന്ദ്രത്തിൽ സജ്ജമാക്കുന്നതാണ്. ജനസേവന കേന്ദ്രത്തിന്റെ രക്ഷാധികാരികളായ PV അശോകൻ, M നാരായണദാസ് എന്നിവർ ചേർന്ന് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ഉണ്ണികൃഷ്ണ വാര്യർ, സുനിത ജിനു, ഷീല ഭരതൻ, സനത് സദാനന്ദൻ, PA ഷമീർ എന്നിവർ സംസാരിച്ചു. അഡ്ജസ്റ്റബിൾ കട്ടിലുകൾ, വീൽ ചെയറുകൾ, വാക്കറുകൾ, ട്രൈപോഡ് വാക്കിംഗ് സ്റ്റിക്കുകൾ, എയർ ബെഡുകൾ, വാട്ടർ ബെഡുകൾ, എൽബോ ക്ലച്ചസ്, എയർ ക്യൂഷൻ, നെബുലൈസറുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ PV സദാനന്ദൻ സ്മാരക ജനസേവന കേന്ദ്രം വഴി സൌജന്യ സേവനമെന്ന നിലയ്ക്ക് സെപ്റ്റംബർ 16 മുതൽ പൊതുജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങും. മികച്ച ഗായകനുള്ള 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ വിദ്യാധരൻ മാസ്റ്ററെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് ആദരിച്ചു. എനിക്കൊരു അവാർഡ് കിട്ടുക അല്ലെങ്കിൽ ഒരു പുരസ്കാരം കിട്ടുക എന്നുള്ളത് നമ്മൾ സ്നേഹിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കാണ്. അവരെയൊക്കെ സ്നേഹം കൊണ്ട് നമ്മൾ നിലനിൽക്കണം. ഒരു അവാർഡിനേക്കാൾ വിലമതിക്കുന്നത് ഈ സ്നേഹമാണ് മറ്റുള്ള ജനങ്ങളുടെ. നമ്മളത് എല്ലാ തരത്തിലും സന്തോഷമായിട്ട് സ്വീകരിക്കുന്ന ഒരാളായതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഒരു സംഗീത സംവിധാനത്തിലല്ല കിട്ടിയത്, പാട്ടുകാരനായിട്ട് കിട്ടി ആയിക്കോട്ടെ. അപ്പം പാട്ടുകാരനായിട്ട് ഇത്രയും വയസ്സിൽ കിട്ടുമ്പോൾ അത് മറ്റുള്ള പാട്ടുകാർക്ക് സന്തോഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ സന്തോഷം. പാട്ടുകാരികൾക്കും പാട്ടുകാരന്മാർക്കും മുഴുവൻ ഭയങ്കര സന്തോഷം. എനിക്ക് പാട്ടുകാരന്റെ അവാർഡ് കിട്ടിയത് കേൾക്കുമ്പോൾ അവർക്ക് ഏറ്റവും സന്തോഷം. കാരണം അവർക്കറിയാം. മഹിളാ ഐക്യവേദി സംസ്ഥാന സമിതി അംഗം ഗീത ഉദയശങ്കർ, ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി P സുനിൽകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് സോമനാഥൻ, സെക്രട്ടറി ഹരിഹരൻ, പഞ്ചായത്ത് സമിതി അംഗങ്ങളായ രാജേഷ് ഗംഗാധരൻ, മുരളി, രാജേഷ്, സുധീർ, സതീശൻ, KR മാധവൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാഴ്ചയുടെ പുതുവസന്തം ഇനി പെരുമ്പിള്ളിശ്ശേരിയിലും. ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും മികച്ച സേവനത്തിൽ കഴിഞ്ഞ വർഷങ്ങളായി ആമ്പല്ലൂരിൽ പ്രവർത്തിച്ചിരുന്ന ക്ലിയർ വ്യൂ ഐ ക്ലിനിക്കിന്റെ സഹോദര സ്ഥാപനം പെരുമ്പിള്ളിശ്ശേരിയിൽ പ്രവർത്തനമാരംഭിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഒരു കണ്ണുപരിശോധനയുടെ ഒരു നല്ലൊരു വിഷയം നൽകുന്നതിന് വേണ്ടി ഒരു സ്ഥാപനം കൂടി തുറന്നിരിക്കുകയാണ്. ക്ലിയർ വ്യൂ ഐ വിഷൻ എന്നുള്ള പേരിൽ നല്ല രീതിയിൽ തന്നെ ഈ സ്ഥാപനം ഇവിടെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല തെളിമയുള്ള കാഴ്ച നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കണ്ണടകൾക്ക് മികച്ച ഓഫറുകളും ഒരുക്കിയിരിക്കുകയാണ് ക്ലിയർ വ്യൂ ഐ കെയർ. AI ടെക്നോളജിയോടെ നേത്രപരിശോധന, കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും കണ്ടെത്തുവാനും മികച്ച ഡോക്ടർമാരുടെ സേവനം, കണ്ണടകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നു. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള കണ്ണുപരിശോധന തുടങ്ങി എല്ലാവിധ സേവനങ്ങളും ലഭ്യമാണെന്ന് മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. കൂടാതെ എല്ലാവിധ കണ്ണടകളും 20 മിനിറ്റിനുള്ളിൽ ലഭ്യമാക്കി കൊടുക്കുന്നു. ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ ജിതിൻ, ഡോക്ടർ മോൺസി തോമസ് മത്തായി എന്നിവർ സംസാരിച്ചു.
ഇതര സംസ്ഥാന യുവതി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രസവിച്ചു. സെക്കന്ദരാബാദിലേക്ക് പോകാനായി തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ജസ്ന ബീഗമാണ് സ്റ്റേഷനിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. രാവിലെ 10:30 സംഭവം. സ്റ്റേഷൻ പിൻഭാഗം വഴി 2ാം ഗേറ്റിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നതിനിടെയാണ് യുവതിക്ക് പ്രസവവേദന അനുഭവപ്പെട്ടത്. സംഭവം കണ്ട നാട്ടുകാർ 108 ആംബുലൻസ് വിളിച്ചു വരുത്തിയെങ്കിലും പ്രസവം നടന്നു കഴിഞ്ഞിരുന്നു. റെയിൽവേ ജീവനക്കാരും റെയിൽവേ പോലീസും യുവതിക്ക് സഹായവുമായി എത്തി. യുവതിയെയും കുഞ്ഞിനെയും തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. യുവതി ഐസിയുവിൽ തുടരുകയാണ്. ഇവരുടെ ഭർത്താവ് മലപ്പുറം ജില്ലയിലാണ് ജോലി ചെയ്യുന്നത്. ഇയാളെ വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ഏകദേശം രാവിലെ 10:30 മണിയോടുകൂടി ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഡ്യൂട്ടി സ്റ്റാഫും ക്ലീനിംഗ് സ്റ്റാഫും അറിയിച്ചു. അതിനെ തുടർന്ന് ഞങ്ങൾ പ്ലാറ്റ്ഫോമിലെ GRP, RPF, അതുപോലെ തന്നെ ഇവിടുത്തെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ, സ്റ്റേഷൻ മാസ്റ്റർ, ക്ലീനിംഗ് സ്റ്റാഫ് എല്ലാവരും വന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ ഇവിടെ ഈ കോക്കാല ഗേറ്റിനടുത്ത് വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ ഞങ്ങൾ ആംബുലൻസിന് വിവരം അറിയിച്ചു. പക്ഷേ ആംബുലൻസ് എത്തുന്നതിന് മുമ്പ് തന്നെ സ്ത്രീ ഇവിടെ പ്രസവിക്കുകയും ഇവിടുത്തെ ക്ലീനിംഗ് സ്റ്റാഫായിട്ടുള്ള സുഹറ ചേച്ചിയുടെ നേതൃത്വത്തിൽ ചേച്ചിക്ക് മുന്നേ ഇതുപോലൊരു പ്രസവം എടുത്ത് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആ പ്രസവം ഒരു ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞ് ഒരു ജന്മം നൽകുകയും കുഞ്ഞിനെയും അമ്മയെയും അതിനുശേഷം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. ആ സ്ത്രീ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരുടെ ഭർത്താവിനെ കാണുന്നതിന് വേണ്ടിയിട്ട് മലപ്പുറത്തേക്ക് പോകാൻ വേണ്ടി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നതാണ്. കൂടെ ഒരു 2-3 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുഞ്ഞുണ്ടായിരുന്നു. ആ ആൺകുഞ്ഞും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകരോടൊപ്പം ഉണ്ട്. സുഖമായിട്ടിരിക്കുന്നു. അമ്മയും കുഞ്ഞും കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. SNDP യോഗം ചേർപ്പ് ശാഖയുടെ നേതൃത്വത്തിൽ പെരുമ്പള്ളിശ്ശേരി സെന്ററിൽ നടന്ന ശ്രീനാരായണ ഗുരുവിന്റെ 170ാമത് ജയന്തി ആഘോഷം ഗുരുദേവ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് തെളിയിച്ച് ആരംഭിച്ചു. ശാഖാ പ്രസിഡന്റ് EV ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് സുരേഷ്, സെക്രട്ടറി CS ഷിജു, രാജു പെരുവനം, ശശി പത്താഴപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. INTUC പാർലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനം ആചരിച്ചു. TM മോഹനൻ അധ്യക്ഷത വഹിച്ചു. രാജീവ് ഗാന്ധിയുടെ ജന്മദിനം ഒല്ലൂക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സദ്ഭവന ദിനമായി ആചരിച്ചു. ജന്മദിനാചരണം കാളത്തോട് പുളിപ്പറമ്പ് സെന്ററിൽ മുൻ MLA TV ചന്ദ്രമോഹൻ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു. കച്ചവടത്തിന്റെ തിരക്കിൽ നിന്നും മോചനം നേടാൻ വ്യാപാരികൾ നാടകരംഗത്തേക്ക്. പുത്തൻപീടിക നാടക തിയേറ്റർ എന്ന പേരിൽ വ്യാപാരികളിലെ കലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് നാടകം അരങ്ങേറുന്നത്. കലാകാരന്മാർ ഒരുക്കിയ അടയാളം എന്ന ആദ്യ നാടകം വയനാടിനായി സമർപ്പിച്ചു. ഷാജു കണക്കത്ര രചന നിർവഹിച്ച നാടകം സംവിധാനം ചെയ്തത് ജോ മത്തായിയാണ്. പള്ളി കോംപ്ലക്സിൽ അരങ്ങേറിയ നാടകത്തിൽ ദീപു വള്ളൂർ, ജോൺസൺ കിടങ്ങൻ, സ്റ്റീവൻ തട്ടിൽ, രാജേഷ് എന്നിവർ പ്രധാന വേഷത്തിൽ അവതരിപ്പിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ചർച്ച് കോംപ്ലക്സിലെ വ്യാപാരി കൂട്ടായ്മയാണ് തിയേറ്ററിന് ചുക്കാൻ പിടിക്കുന്നത്. എല്ലാ ശനിയാഴ്ചകളിലും നടക്കാനിരിക്കുന്ന നാടകത്തിന്റെ ഭാഗമായി അരങ്ങേറിയ ആദ്യ നാടകമാണ് അടയാളം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തൻപീടിക യൂണിറ്റ് പ്രസിഡന്റ് അജയൻ മേനോത്തുംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് സെക്രട്ടറി സിജോ മാത്യു അധ്യക്ഷത വഹിച്ചു. കൂട്ടായ്മ കൺവീനർ ഗിരീഷ് കുന്നത്ത് സംസാരിച്ചു. ഓണം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മറ്റത്തൂർ ചേലക്കാട്ടുകര ഭാഗത്തു നിന്നും ചാരായം വാറ്റുന്നതിനായി തയ്യാർ ചെയ്ത 200 ലിറ്റർ വാഷ് പിടികൂടി. ഇരിങ്ങാലക്കുട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ N. ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഷ് കണ്ടെത്തിയത്.
ചേലക്കാട്ടുകര മാങ്കുറ്റിപ്പാടം റോഡിനോട് ചേർന്ന് റോഡരികിൽ രഹസ്യമായി സൂക്ഷിച്ച നിലയിലാണ് വാഷ് കണ്ടെടുത്തത്. പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചതായും ഓണാഘോഷത്തോടനുബന്ധിച്ച് മലയോര മേഖലയിൽ ചാരായി നിർമ്മിക്കുന്നതിനായി പലരും വാഷ് ഉണ്ടാക്കുന്ന വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും എക്സൈസ് അറിയിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ രാംപ്രസാദ് KR, പ്രിവന്റിംഗ് ഓഫീസർമാരായ സുനിൽ PK, ജിവേഷ് MP, സിവിൽ എക്സൈസ് ഓഫീസർ റിഹാസ് AS എന്നിവരും പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വിലക്കയറ്റം തടയുന്നതിൽ പിണറായി സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് പറഞ്ഞു. മാസങ്ങളായി കാലിയായ തളിക്കുളം മാവേലി സ്റ്റോറിന് മുന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ പലവ്യഞ്ജന റീത്ത് സമർപ്പിച്ചതിനുശേഷം നടന്ന അനുശോചന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ മൂലമുള്ള നാണയപ്പെരുപ്പവും കേരളത്തിന്റെ സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം നമ്മുടെ രാജ്യത്തുള്ള തൊഴിലില്ലായ്മയും സാമ്പത്തികമായ ഞെരുക്കവും, അതിനൊരു പരിഹാരം ജനങ്ങളോട് നമുക്ക് നീതി പുലർത്താൻ കഴിയുക എന്ന് പറയുന്നത് വിലക്കയറ്റം തടഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ സാധാരണക്കാരനെ ജീവിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാനുള്ളത് നമ്മുടെ രാജ്യത്തെ സപ്ലൈകോയുടെ കീഴിലുള്ള മാവേലി സ്റ്റോറുകൾക്കാണ്. 1982 അഭിമന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ K. കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ അന്നത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ നേതാവ് UA ബീരാൻ സാഹിബ് അദ്ദേഹം കൊണ്ടുവന്നതാണ് ഈ മഹത്തായ പദ്ധതി. അദ്ദേഹം രാജ്യത്താകമാനം മാവേലി സ്റ്റോറുകൾ ആരംഭിക്കാൻ തീരുമാനിച്ച് അതിനനുസൃതമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോ പലരും അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അഭിമന്യനായ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹത്തെ ചില സന്ദർഭങ്ങളിൽ മാവേലി ബീരാൻ എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. വാസ്തവത്തിൽ അന്ന് ബഹുമാന്യനായിട്ടുള്ള ബീരാൻ സാഹിബ് ഇട്ട പേര് ഏറ്റവും നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓണക്കാലം വരുമ്പോഴെങ്കിലും മാവേലി വരുന്നത് പോലെ കുറച്ച് സാധനങ്ങൾ ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ നമുക്ക് സന്തോഷമുണ്ട്. ധൂർത്തും അഴിമതിയും മുഖമുദ്രയാക്കിയ സർക്കാർ മാവേലി സ്റ്റോറുകളിലേക്ക് സാധനങ്ങൾ വാങ്ങിയ വകയിൽ 542 കോടി രൂപ കരാറുകാർക്ക് കൊടുത്തു തീർക്കാനുണ്ട്. ഓണം അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കടങ്ങൾ കൊടുത്തു തീർത്ത സബ്സിഡിയോടുകൂടി നിത്യോപയോഗ സാധനങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും സൌജന്യ കിറ്റുകൾ നൽകി അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ വില കുറച്ച് മാവേലി സ്റ്റോറുകളിൽ ലഭ്യമായിരുന്ന സാധനങ്ങൾ പോലും ഇപ്പോൾ നൽകുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യോഗത്തിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PM അബ്ദുൽ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KS റഹമത്തുള്ള, കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് CB ഗിരി, മുസ്ലിം ലീഗ് തളിക്കുളം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി VK നാസർ, KK ഹംസ, AA അബൂബക്കർ, നാസർ പോക്കക്കായില്ലത്ത്, EK ഖാലിദ്, VV അബ്ദുൾ റസാഖ്, PK ഖാലിദ്, KS സുബൈർ, PA സുലൈമാൻ ഹാജി എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53,280 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. SNDP വള്ളിശ്ശേരി ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ 170ാമത് ജയന്തി ആഘോഷം നടന്നു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭവന ദിനമായി വിവിധ പരിപാടികളോടെ ആചരിച്ചു.
കേരള സീനിയർ സിറ്റിസൺസ് ഫോറം പാർലം യൂണിറ്റ് വാർഷികം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ചേർപ്പിൽ സ്മൃതി ദീപയാത്ര സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.